കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന മോഹൻലാലിൻ്റെ ഷോയ്ക്ക് എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും സെക്യൂരിറ്റിയെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് കുറേ പേര് കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് സംഭവം ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രസിഡന്റ് എനിക്ക് വേണമെങ്കിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മോഹൻലാലിൻ്റെ ഒരു ഷോ വരികയാണ്. അപ്പോൾ നമുക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് സെയിലൊക്കെ അവർ നേരത്തെ തുടങ്ങി. അപ്പോൾ നമ്മളെടുത്തത് VIP സെക്ഷനാണ് എടുത്തത്. അപ്പോൾ കുറച്ചുകൂടി അടുത്ത് VIP അതിൻ്റെ മുന്നിലുണ്ട്, VIP അതിൻ്റെ കുറച്ച് ബാക്കിലാണ്. അടുത്തിരുന്ന് കാണല്ലോ, അങ്ങനെ ഒരു വിചാരിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് സെയിലൊക്കെ നേരത്തെ തുടങ്ങി കേട്ടോ. എനിക്കും വൈഫിനും കൂടി ഒരു $800 ആയി. അപ്പോൾ അത്യാവശ്യം നല്ല പൈസയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ ഒരു ഫ്രണ്ടും അതേ സീറ്റ് തൊട്ടടുത്ത് തന്നെ എടുത്തു. അവർക്കും $800 ആയി. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ തലേദിവസം വന്ന് റൂമൊക്കെ എടുത്തു, ഓക്ലാൻഡിൽ റൂമൊക്കെ എടുത്തു. പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ വിളിച്ച് റൂമൊക്കെ എടുത്താണ്. ഇനി തലേദിവസം ചെല്ലുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു ആഡ്, ഫ്ലാഷ് സെയിൽ. അതായത് നമ്മളെടുത്ത ടിക്കറ്റിന് അതേ ടിക്കറ്റിന് ഹാഫ് പ്രൈസിൽ. പൊട്ടന്ന അപ്പോൾ ലോക പൊട്ടൻ. നമ്മളാരായി? അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത് ഞങ്ങളെയൊക്കെ ശരിക്കും എന്താ പറയുക, ഒരുമാതിരി മണ്ടന്മാരാക്കി തോന്നി. ബിസിനസ് തന്ത്രം വല്ലതും ആയിരിക്കാം, അറിഞ്ഞൂടാ. ടിക്കറ്റ് പോകാത്താണോ ഒന്നും നമുക്കറിയില്ല. നമ്മളങ്ങനെ കുരുവെട്ടിയാണ് പോണത്. കുരുവെട്ടി അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ സീറ്റിൽ കയറി 3-4 പേര് ഇരിക്കുക. അതോട് കണ്ടപ്പോഴേക്കും നമ്മുടെ കൺട്രോൾ കംപ്ലീറ്റ് പോയി. അവരോട് നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സീറ്റ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താന്ന് പറയുന്നു. എല്ലാവരും ആൾക്കാരും പുറകിൽ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ കണ്ട ആളെ വിളിക്കുന്നു. അവർ ഇവരായിട്ട് സംസാരിക്കുന്നു. നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. പുള്ളി വേറൊരാൾ വിളിക്കുന്നു. അയാൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നു. പിന്നീട് അവർ പറയുകയാണെങ്കിൽ ആൾക്കാർ നടക്കുന്ന ഒരു സൈഡിൽ കോർണറിൽ 4 സീറ്റ് ഇട്ട് തട്ടെ. ഞാൻ പറഞ്ഞ് നമുക്ക് ആ സൈഡിൽ നിന്ന് കാണാനല്ല നമ്മളിവിടെ ടിക്കറ്റ് എടുത്തത്. നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണണം. അതിനാണ് ആ ടിക്കറ്റ് എടുത്തത്. പിന്നെ പറയുന്നത് അവിടെ എവിടെ സീറ്റ് എടുത്ത് ഇരിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. ഒന്നും നടപടിയാവണ കേസല്ല. പിന്നെ അവർ സെക്യൂരിറ്റി വിളിക്കുന്നു. സെക്യൂരിറ്റി ഇവരോട് സംസാരിക്കുന്നു. സെക്യൂരിറ്റി എനിക്ക് ഒരു 3-4 പ്രാവശ്യമായിട്ട് സംസാരിച്ചു അവരോട്. ഒരു രക്ഷയില്ല. പിന്നെ നമ്മളിന്ന് ഡയറക്റ്റ് അവരോട് സംസാരിക്കുന്നു. മാറണമെന്ന് പറയുന്നു. ചെറിയ രീതിയിൽ ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പം അവിടെ നിന്ന് വഷളാവണ്ട എന്നോർത്തിട്ടാണ് സെക്യൂരിറ്റി നമ്മളെ അവരെയും വിളിച്ചുകൊണ്ട് മാറ്റി നിന്ന് സംസാരിച്ചത്. പിന്നീടാണ് അവർ പറഞ്ഞത് അവരുടെ സീറ്റിൽ കയറി വേറെ ആരുടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരാ സീറ്റിൽ കയറിയിരുന്നു എന്ന്. ഓർഗനൈസ് ചെയ്ത് ആരോ കയറ്റിയിരുത്താന്നും പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. ഫൈനലി നമുക്ക് ആ സീറ്റ് ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷോ ഓൾറെഡി നടക്കുവാണ് അവിടെ. പകുതി ഷോ നമുക്കൊരു ആദ്യത്തൊരു 20-30 മിനിറ്റ്സ് നമുക്ക് എന്നാ പറയണ്ടേ, ഒന്നും കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുവാണ്. നമ്മൾ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ അവിടെ നടക്കുന്നു. അതൊക്കെ നമ്മൾ സൈഡിൽ നിന്നിട്ടാണ് കാണുന്നത്. വൈഫും പിള്ളേരും എന്നാ പറയണ്ടേ, അവരൊക്കെ സൈഡിൽ നിൽക്കണു. ഈ ഷോ ഇവിടെ നടക്കായിരുന്നതല്ല. ഇപ്പോഴത്തെ സ്പോൺസർമാർ ഇത് ഒത്തിരി പാടുപെട്ടാണ് നമുക്ക് ഈ സംഭവം വരുത്തിയത്. അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തോ നമ്മുടെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ടേ നമുക്ക് കിട്ടിയ ഒരു ടിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം ബുക്ക് ചെയ്തവന്മാരെ ഭയങ്കര മണ്ടന്മാരാക്കിയിട്ട് തോന്നി. കാരണം നല്ല പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒറ്റയടിക്ക് പകുതി പൈസയ്ക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ബുക്ക് ചെയ്ത ഞങ്ങളെപ്പോലുള്ളവന്മാരൊക്കെ മണ്ടന്മാരാണെന്ന് തോന്നിപ്പോയി.